ഈ യുദ്ധത്തിൽ നാമും നമ്മുടെ നാരായണീ സേനയും ഒരേ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയില്ല. നമ്മുടെ സൈന്യം നമുക്ക് തന്നെ വിരുദ്ധമായി രണഭൂമിയിൽ നിൽക്കുന്നതായിരിക്കും. ദ്വാരകയിലെ ഈ നാരായണീ സേന വിശ്വത്തിലെ തന്നെ അതുല്യക്ഷമതയുള്ള സേനയാണ്. ഈ അക്ഷൗഹിണി സൈന്യത്തിലെ ഓരോരോ സൈനികരും ഓരോ മഹാരഥന്മാർക്ക് സമാനരായി യുദ്ധം ചെയ്യുന്നതായിരിക്കും. വിശ്വത്തിലുള്ള സമസ്ത ആയുധങ്ങളും പ്രയോഗിക്കുവാനും ഇവർക്ക് സാധിക്കും. ഈ സൈന്യത്തെ പരാജയപ്പെടുത്തുകയെന്നത് ഒരു പക്ഷേ അസംഭവ്യം തന്നെയാണ്. ഈ സമസ്ത പ്രപഞ്ചത്തിലും നമ്മുടെ സുദർശന ചക്രം പോലെ മഹാശക്തിയുള്ള ആയുധം മഹാദേവന്റെ തൃശൂലവും പിന്നെ ഇന്ദ്രദേവന്റെ വജ്രായുധവും. ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ മനുഷ്യർ മാത്രമല്ല, മറിച്ച് ദേവന്മാർ പോലും ഭയന്ന് വിറയ്ക്കുന്നതായിരിക്കും. നമ്മുടെ ജ്ഞാനമാകുന്ന ശക്തിയും നമ്മുടെ സ്വഭാവത്തിലെ ബലവും നമ്മുടെ ആത്മാവിലെ ഊർജവുമാണ് നമ്മുടെ സുദർശന ചക്രം. നമുക്ക് സുദർശന ചക്രം പ്രയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ആ ക്ഷണം തന്നെ സർവനാശം സംഭവിക്കുന്നതായിരിക്കും. സത്യവും അസത്യവും, ന്യായവും അന്യായവും, ദുർബലനാണെങ്കിലും ബലവാനാണെങ്കിലും സമസ്തവും നശിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഈ പരിതസ്ഥിതിയിൽ യുദ്ധം സംഭവിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നും തന്നെയില്ല ദുര്യോധനൻ ജ്യേഷ്ഠ. അതിനാൽ നാം ഒരു നിർണയം സ്വീകരിച്ചിരിക്കുകയാണ്. നടക്കുവാൻ പോകുന്ന ഈ യുദ്ധത്തിൽ നാം ആയുധം ഉപയോഗിക്കുകയില്ല. च